നമസ്കാരം. ഇത് നോക്കൂ, ഇന്ന് എനിക്ക് കിട്ടിയതാണേ. ഇവിടെ ഇതിനെന്താ പറയുക നിങ്ങൾ? മുള്ളൻ ചക്ക അല്ലേ? മുള്ളൻ ചക്ക നോക്കി, ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഴുത്ത മുള്ളൻ ചക്കയാണ്. അപ്പോൾ അവരെടുത്തപ്പോൾ അടുത്ത ക്വാർട്ടേഴ്സിലവർ എടുത്തപ്പോൾ പകുതി എനിക്കും തന്നു. ഇത് നന്നായിട്ട് പഴുത്ത, കണ്ടില്ലേ? നന്നായിട്ട് ഞെങ്ങുന്നുണ്ട്, നല്ല മധുരമുണ്ട് ഇത്തിരി ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇത് പകുതി അവർ തന്നു. ഇത് വേറെ ഒന്നിതാ, ഇത് ഉപ്പേരി വെക്കാൻ തന്നു. ഇത് നല്ലതാണ്, ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ. ഇത് ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ്. മുള്ളൻ ചക്ക എന്ന് പറയും. നല്ല വിലയാണ് ഇതിന്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല വിലയാണ്. അപ്പോൾ ഇന്ന് ഇനി ഇവിടെ ഉപ്പേരിയൊക്കെ ആയിട്ട് ഇനിയിപ്പം നാളെ ഇതിനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. മക്കളൊന്നും തിന്നൂലേ ഇത് ഞങ്ങൾ തന്നെ തിന്നണം. അത് നല്ല സംഗതിയാണല്ലോ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നവർ പറയേ, മറ്റുള്ള ഗുണങ്ങൾ ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരൊന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അല്ല, ഞാനിതിൻ്റെ മരം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ളത് കാണിച്ചു തരാം, വാ. അതിൻ്റെ ഇടയ്ക്ക് പോന്ന പോക്കിൽ എൻ്റെ ചോറുണ്ട് ഇവിടെ അടുപ്പിൽ, അതിനൊന്ന് തീ അങ്ങോട്ട് കത്തിക്കട്ടെ. ഓക്കെ, ഇതാ കലത്തിലാണ് ചോറുള്ളത്. ഇതിൽ പോകണം കേട്ടോ. ഇത് പോയിട്ട് ഇതാ മരം, ഇതാ കാണുന്നില്ലേ മരം? ഇതാ 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 ഇതിൻ്റെ മുകളിലുള്ളത് കുറേ എടുത്തതിന് കുറച്ച് മുകളിലോട്ടുണ്ടേ. ചെറുതാണത്, മൂത്തതൊക്കെ എടുത്തു. കണ്ടില്ലേ? ഇത്ര വരെ ഉള്ളൂ മരം. കണ്ടില്ലേ? ഇത് കുറച്ച് വലുത് വേറൊന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ഇതാ വീണിട്ട് പൊട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇത് പഴുപ്പിച്ചാൽ നല്ലതാണ്. അപ്പോൾ ടോട്ടൽ 3 കിട്ടിയിട്ടുണ്ട്, പഴുത്തതും ചെറുതും ഒക്കെ കൂടെ. ഓക്കെ, ബൈ. മരം കണ്ടില്ലേ നിങ്ങൾ?